ഉണ്ണികൃഷ്ണപിള്ള സാർ നമസ്കാരം. നമസ്തേ. സാർ, ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇലോൺ മസ്ക്, അദ്ദേഹം ആരാണെന്ന് അറിയാലോ, അമേരിക്കയിലെ ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹം ഇതാ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ വലിയ വ്യവസായങ്ങൾ തുടങ്ങാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അത് വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വരവ് പ്രത്യേകിച്ചും ടെലികോം മേഖലയിൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ? നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകും? എന്താണ്, ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? 12ാം വയസ്സിൽ ബ്ലാസ്റ്റ് എന്ന പേരിൽ കമ്പ്യൂട്ടർ ഗെയിം ഉണ്ടാക്കി കോടികൾ സമ്പാദിച്ച ഒരു പ്രതിഭാശാലിയാണ് ഇലോൺ മസ്ക്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച് മെക്സിക്കൻ അമേരിക്കൻ ദമ്പതികളുടെ പുത്രനാണ്. ഇന്ന് അദ്ദേഹം ഒരു അമേരിക്കൻ വ്യവസായിയാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. നമ്മൾ സമ്പന്നൻ, സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും ഇത് അംഗീകരിച്ചേ കഴിയൂ. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, എഞ്ചിനീയറാണ്, ഒപ്പം വ്യവസായിയുമാണ്. അദ്ദേഹം ടെലികോം രംഗത്തേക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ ടെലികോം മേഖല വളരെ മത്സരക്ഷമമാണ്. ഒരു സമയത്ത് നമ്മൾ ഗവൺമെന്റിന്റെ മോണോപ്പൊളി കുത്തകയാക്കി വെച്ചിരുന്ന ടെലികോം മേഖലയിലെ ഉദാരവൽക്കരണത്തിലൂടെ നരസിംഹറാവു കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിലൂടെ ഇത് തുറക്കപ്പെട്ടു. ഇതിലേക്ക് ധാരാളം സ്വകാര്യ ടെലികോം സേവന ദാതാക്കൾ കടന്നു വന്നു. അതിലേക്ക് വളരെ റിസർച്ചിന്, ഗവേഷണത്തിന്റെ പിൻബലത്തോടു കൂടി ജിയോ ഇൻഫോകോം കടന്നു വന്നു. ജിയോ ഇൻഫോകോം എന്ന് പറഞ്ഞ ആൾക്കും മനസ്സിലാവില്ല അംബാനിയുടെ ടെലികോം കമ്പനി എന്ന് പറഞ്ഞാൽ. അതിന് ചില കമ്പനികളൊക്കെ പേര് ചേർത്താണ് പറയുന്നത്. എന്നാൽ നമ്മുടെ എയർടെലിലെ സുനിൽ മിത്തലിനെ പേര് ചേർത്ത് പറയില്ല. എയർടെൽ എന്ന് പറയുന്ന ടെലിഫോൺ ദാതാവിന്റെ സേവന ദാതാവിന്റെ പേര് സുനിൽ മിത്തൽ എന്നാണ്. പക്ഷെ അത് കമ്പനിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വോഡഫോൺ ഐഡിയയുടെ ഉടമസ്ഥൻ ആദിത്യ ബിർളയാണ്. പക്ഷെ അവിടെയും പേര് പറയില്ല. ചില കമ്പനികൾ നമ്മൾ മുതലാളിമാരുടെ പേര് ചേർത്ത് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം സേവന ദാതാക്കളുടെ മേഖലയിലേക്ക് സ്റ്റാർ ലിങ്ക് എന്ന ഉപഗ്രഹത്തിന്റെ സാന്നിധ്യത്തിൽ സഹായത്തോടു കൂടി ലോകമാകെ ടെലികോം സേവനങ്ങൾ നൽകുന്ന ഇലോൺ മസ്ക് ഇന്ത്യയിലേക്കും പ്രവേശിക്കുകയാണ്. ഇതിന്റെ വരവോടുകൂടി ഇവിടുത്തെ ടെലികോം സേവനങ്ങളുടെ ഗുണനിലവാരം ഗംഭീരമായിട്ട് മെച്ചപ്പെടും. നിരക്കുകൾ കുറയും. അതിദുർഘടമായ മേഖലകളിൽ പോലും ടെലിഫോൺ ഈ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകും. ഈ വയർലെസ് കേബിളുകളില്ലാത്ത ഇന്റർനെറ്റ് സൗകര്യം എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കും. ഈ വ്യാപനം നമ്മുടെ ഉപഭോക്താക്കളായ നമ്മളുടെ ഗുണനിലവാരമുള്ള സേവനം ലഭ്യമാക്കും. ഒപ്പം നിരക്കുകൾ കുറയും. ഒപ്പം ഡിജിറ്റൽ ഇന്ത്യ എന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ലക്ഷ്യത്തിന് ഇത് വളരെയധികം സഹായിക്കും. തീർച്ചയായിട്ടും സാർ. അദ്ദേഹം എത്ര കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യയിൽ നടത്തുക എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണയെങ്കിലും ആയോ? ഇക്കാര്യത്തിൽ സർക്കാരും അദ്ദേഹവും തമ്മിലുള്ള ഉടമ്പടി അല്ലെങ്കിൽ എന്തെങ്കിലും കരാറുകൾ പ്രാവർത്തികമായോ? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസ് ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഭാരത സർക്കാരിന് ലൈസൻസ് ഫീ ഇനത്തില് 5G ഈ സ്പെക്ട്രം അലോക്കേഷൻ രീതിയിൽ ഉപഭോക്താക്കളിൽ നിന്നുള്ള GST ഇനത്തില് ഇവരിൽ സമ്പാദിക്കുന്ന ലാഭത്തിന്റെ വിഹിതമായ ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഇനി നിക്ഷേപത്തിന് തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ പ്രവേശനം നമ്മുടെ ഭാരത സർക്കാരിന്റെ റവന്യൂവിൽ ഗണ്യമായ വർധനമുണ്ടാകും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ന് ടെലികോം മേഖലയിലെ സുതാര്യതയാണ്. നമുക്ക് UPA 1 and 2 സർക്കാരുകൾ നിലനിൽക്കുമ്പോൾ ടെലികോം മന്ത്രി ആരായിരുന്നു എന്നറിയാം. രാജയായിരുന്നു ടെലികോം മന്ത്രി. കാരണം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് 2G സ്പെക്ട്രം ലേലത്തിലൂടെ ഭാരതത്തിന് നഷ്ടപ്പെട്ടത്. ഇന്ന് ആ ലേലം ഓൺലൈനാണ്. ആർക്കും ഓൺലൈനിൽ കയറി 5G സ്പെക്ട്രം എത്ര രൂപ? 96,000 കോടി രൂപയ്ക്കാണ് 5G സ്പെക്ട്രം ലേലത്തിലൂടെ ഈ ഗവൺമെന്റ് വിറ്റിരിക്കുന്നത്. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് റവന്യൂ ആയി നിൽക്കുകയാണ്. അതുപോലെ ഇന്നത്തെ നമ്മുടെ ടെലികോം മന്ത്രിയുടെ പേര് ജ്യോതിരാദിത്യ സിന്ധ്യ ആണെന്ന് എത്ര പേർക്കറിയാം? നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു മന്ത്രിയുടെ പേര് വരണമെങ്കിൽ അദ്ദേഹം അഴിമതി നടത്തണം. നേട്ടങ്ങളുടെ പേരിൽ വളരെ കുറച്ചല്ലേ കാണാറുള്ളൂ. നമ്മുടെ റെയിൽവേ മന്ത്രിയുടെ പേരും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിൽ സമഗ്രമായ വികസനം നടക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ. അപ്പോൾ ഇന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിലെ ഒരു അതിശക്തനായ യുവ നേതാവായിരുന്നു. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം അതിന്റെ ശക്തിയിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് ചേർന്ന് പോകാനാവാത്ത കാരണം പാർട്ടി വിട്ട് വന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ടെലികോം മേഖല ഭാരതത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം സുതാര്യമാണ്. അപ്പൊ ആ മേഖലയിലുള്ള ഇന്ന് നിലവിലുള്ള 4 ഓപ്പറേറ്റേഴ്സ്, ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ MTNL ഉണ്ട്, ജിയോ ഇൻഫോകോം ഉണ്ട്, വോഡഫോൺ ഐഡിയ ഉണ്ട്, എയർടെൽ ഉണ്ട്. ഒരു അത്ഭുതകരമായ ഒരു വാർത്തയുണ്ട്. ഈ വോഡഫോൺ ഐഡിയയിലെ മേജർ ഷെയർ ഹോൾഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ഒരു ടാക്സ് വ്യവഹാരത്തിലൂടെ അതിന്റെ ഷെയറുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ വന്നിട്ടുണ്ട്.
അതിന്റെ ഓ മേജർ ഷെയർ ഹോൾഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഈ മേഖലയിലേക്ക് സ്റ്റാർലിങ്ക് എന്ന ഉപഗ്രഹത്തിന്റെ സഹായത്തോടു കൂടി സേവനം ലഭ്യമാക്കുന്ന ഇലോൺ മസ്കിന്റെ കടന്നുവരവ് വലിയ ഒരു മാറ്റം, വിപ്ലവകരമായ മാറ്റം ഈ രംഗത്തുണ്ടാക്കും. ശരിയാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കാൻ താല്പര്യമുണ്ട് എനിക്ക്. അതായത് അങ്ങ് പറഞ്ഞത് ഈ ഇപ്പോൾ വോഡഫോണിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ മേജർ ഷെയർസ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിലെമ്പാടും പ്രതിപക്ഷം ഉൾപ്പെടെ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആക്ഷേപിക്കുന്നത് മോദി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും വിറ്റു തുലയ്ക്കുകയാണെന്നാണ്. എന്താണ് സാർ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? വാസ്തവത്തിൽ വിറ്റു തുലയ്ക്കുകയാണോ അതോ അവയെ ഇപ്പോൾ ടാറ്റയുടെ കാര്യം അറിയാം, അതുപോലെ പല വിഷയങ്ങളുമുണ്ട്. ഈ കാര്യത്തിൽ മോദി സർക്കാരിൻ്റെ നിലപാട് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ? നമുക്ക് നമ്മള് നമുക്ക് നമുക്ക് എന്ത് മേഖലയാണ് വേണ്ടത്? നമുക്ക് ഫലവത്തായ മേഖലയാണ് വേണ്ടത്. ഏറ്റവും കാര്യക്ഷമമായ മേഖലയാണ്. അതിന്റെ മുമ്പിലുള്ള പേര് സ്വകാര്യം, പൊതു എന്നുള്ളത് നമ്മൾ ഉപഭോക്താക്കൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന മേഖലയാണ് ആവശ്യം. നമ്മൾ പൊതുമേഖല സംരക്ഷിക്കണമെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വികസനത്തിന് തടയിടാൻ വേണ്ടി പറയുന്നതാണ്. പൊതുമേഖല, അതായത് സർക്കാരിന്റെ സോവറിൻ ഫങ്ഷൻസ്, സർക്കാരിന്റെ പരമാധികാരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് കിട്ടുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പാസ്പോർട്ട് ബന്ധപ്പെടുത്തിയുള്ള പെരിഫറൽ ജോബ്സ്, റെക്കോർഡ് വെരിഫിക്കേഷൻ, KYC വെരിഫിക്കേഷൻ, സിഗ്നേച്ചർ വെരിഫിക്കേഷൻ, ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക, പാസ്പോർട്ടിന്റെ ആ നോൺ കോർ ജോബ്സ്, കേന്ദ്രീകൃതമല്ലാത്ത പ്രാധാന്യം കുറഞ്ഞ ജോലികൾ മുഴുവൻ ചെയ്യുന്നത് ടാറ്റ കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്വകാര്യ ഏജൻസിയാണ്. ആ ജോബ് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പാസ്പോർട്ട് കൊടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരമാണ്. ആ സോവറിൻ ഫംഗ്ഷൻ, ആ ഗവൺമെന്റിന്റെ പരമാധികാര ഉത്തരവാദിത്വം നിറവേറ്റാൻ സർക്കാർ സെക്ഷനുമുണ്ട്. ഇന്നൊരു പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 75% ജോലികൾ ക്ലറിക്കൽ ജോബ്സ് ആണ്. ആ ജോബ് ഒരു പ്രൈവറ്റ് ഏജൻസി ചെയ്യുന്നു. പരമാധികാര ജോബ്, സോവറിൻ ജോബ് ഗവൺമെന്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് അത് പൊതുമേഖലയിൽ ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. ഇന്ന് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുന്നവർ എല്ലാവരും സംതൃപ്തരാണ്. അതുകൊണ്ട് നമുക്ക് പൊതു സ്വകാര്യം എന്നുള്ളതല്ല, ഫലവത്തായ കാര്യക്ഷമതയുള്ള മേഖല. പൊതുമേഖല എന്നൊക്കെ പറയുന്നത് വെറുതെ വികസനത്തിന് പിന്നോട്ടടിക്കാനുള്ളതാണ്. നമുക്ക് ഈ ഇലോൺ മസ്ക് സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിച്ച്, ഉപഗ്രഹ വിക്ഷേപണ വാഹനം നിർമ്മിച്ച്, ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സ്വന്തമായ സ്ഥാപനമുള്ള ഒരു വ്യവസായമാണ് അദ്ദേഹം. എക്സ് എന്ന് പറയുന്ന ഈ ട്വിറ്റർ എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുടെ ഉടമസ്ഥനാണ്. വൈദ്യുത കാറുകൾ ആദ്യമായി രംഗത്ത് കൊണ്ടുവന്ന ടെസ്ല കമ്പനിയുടെ സ്ഥാപകനാണ്. ഈ നോൺ കൺവെൻഷണൽ എനർജി, സോളാർ എനർജിയുടെ സോളാർ സിറ്റി, ഇന്ന് നമ്മൾ ഈ പെരപ്പുറത്ത് സോളാർ പദ്ധതിയുടെയൊക്കെ ഇതിന് ഉപജ്ഞാതമാണ് അദ്ദേഹം. അങ്ങനെ ലോകത്തിന് ഇനിയും ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യരെ അന്യ ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അദ്ദേഹം ലക്ഷക്കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഗവേഷണം നടത്തുകയാണ്. നമുക്ക് ഇങ്ങനെ നടത്താൻ നമ്മുടെ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ വികസനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഈ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സർക്കാര് പൊതുമേഖല, മറ്റു മേഖല എന്ന് പേരിട്ടിട്ട് ഇത്തരം വ്യവസായികളോടും ഗവേഷണ രംഗത്ത് മത്സരിക്കാൻ പോകുന്നത് ശുദ്ധ പോഷ്കാണ്. ഇതിനുവേണ്ടി വാദിക്കുന്നവർ തീർത്തും ഈ വികസനത്തിനെ പിന്നോട്ടടിച്ച് ദാരിദ്ര്യം നിലനിർത്തി, അരക്ഷിതാവസ്ഥ നിലനിർത്തി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനും അതിനെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാനും ഉള്ള ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? നമുക്ക് കാര്യക്ഷമമായ മേഖലയാണ്, അതിൽ പൊതുമേഖല എന്നുള്ള പേരല്ല ഇതിന് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം മികച്ച സേവനമാണ്. നമ്മൾ ഏത് മേഖല എന്നുള്ളതല്ല നമ്മുടെ പരിഗണന. ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് കൃത്യമായ സേവനം കിട്ടണം. അതിനകത്ത് നഷ്ടം വരരുത്. സേവനം ഗുണമേന്മയുള്ളതായിരിക്കണം. ഇത് മാത്രമാണ് നമ്മുടെ ആവശ്യം. ഞാൻ തിരിച്ചു വരാം. എലോൺ മസ്ക്, അങ്ങിപ്പോൾ നിരവധി വ്യവസായങ്ങൾ അദ്ദേഹം തുടങ്ങിയതും വിജയിപ്പിച്ചതിനെക്കുറിച്ചും അങ്ങ് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ടെലികോം മേഖലയിൽ മാത്രമാണോ അദ്ദേഹം ഈ നിക്ഷേപവുമായിട്ട് വരുന്നത്? അതോ മറ്റേതെങ്കിലും വ്യവസായങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അതൊന്ന് വിശദമാക്കാമോ? ഈ ടെലികോം മേഖലയിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ടെലികോം അനുബന്ധ മേഖലകൾ ധാരാളമുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഇന്റർനെറ്റ് ആണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇന്റർനെറ്റ് ലഭ്യത ഒരു മൗലിക അവകാശമാണെന്ന് ഒരു കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് ഇന്ന് വായു, ജലം, ആഹാരം എന്ന് പറയുന്നത് പോലെ ഇതിൽ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാനാവില്ല.
അതൊരു അതെ. ഒരു മൗലിക അവകാശത്തിന്റെ ശൃംഖലയിലേക്ക് സുപ്രീം കോടതി ഒരു വിധിന്യായത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ. ഇന്റർനെറ്റിന്റെ ലഭ്യത, ഇന്റർനെറ്റിന്റെ ഗുണനിലവാരം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അനുപേക്ഷണീയമായ ഘടകമാണ്. രാഷ്ട്രത്തിന്റെ പുരോഗതിയുടെ ഘടകമാണ്. അപ്പോൾ അതിന് ആ രംഗത്ത് അതിശക്തമായ മത്സരം, ആ രംഗത്ത് പുതിയ പുതിയ ഗവേഷണങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ഇത് രാഷ്ട്രത്തിന്റെ മൊത്തം വികസനത്തിനെ വളരെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. ഞാൻ ഈ ഓ. ഇലോൺ മസ്കിനെ കുറിച്ച് ഒരു കാര്യം കൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഓ. ട്രംപ് ഗവൺമെന്റ് അമേരിക്കയിൽ അധികാരമേൽക്കാൻ പോവുകയാണല്ലോ. ഈ ഓ. ട്രംപ് ഭരണകൂടത്തിൽ ഒരു പുതിയ മിനിസ്ട്രി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, DGOE എന്നാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ആ ആ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഇലോൺ മസ്കിനെയും ഒരു മലയാളിയായ വിവേക് രാമസ്വാമിയാണ്. അങ്ങേക്കറിയാമോ, റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഓ. വിവേക് രാമസ്വാമി ട്രംപിന് എതിരായി മത്സരിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഓ. ട്രംപിനോടൊപ്പമാണ്. അപ്പൊ ഓ. വിവേക് രാമസ്വാമിയും ഈ ഇലോൺ മസ്കും ചേർന്നാണ് ആ മിനിസ്ട്രി നയിക്കാൻ പോകുന്നത്. ഓ. അതിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർക്കാർ നിയന്ത്രണങ്ങൾ എവിടെയെല്ലാം എടുത്തു കളയണം, സർക്കാർ നിയന്ത്രണങ്ങൾ എങ്ങനെ പരിമിതിപ്പെടുത്തണം, ബ്യൂറോക്രസി എങ്ങനെ കുറയ്ക്കണം, വേസ്റ്റ് അനാവശ്യമായ ചെലവുകൾ എവിടെ കുറയ്ക്കണം, അനാവശ്യമായ നഷ്ടങ്ങൾ എങ്ങനെ ഒഴിവാക്കണം, സാങ്കേതിക വിദ്യയിൽ എങ്ങനെ ഒരു രാഷ്ട്രം കുതിച്ചുയരണം, ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഈ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത്. നമ്മൾ ഓ. ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ വിളിക്കുമ്പോഴും ഈ ക്യാപിറ്റലിസം കൊണ്ട് മാത്രമേ നമുക്ക് മൂലധനം ഉണ്ടാവുള്ളൂ. ആ മൂലധനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സോഷ്യലിസം നടപ്പാക്കാൻ പറ്റുള്ളൂ. ഈ ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസം എന്നാണ് ഇപ്പോഴത്തെ പുതിയ സങ്കല്പം. ഉള്ളവന്റെ അടുത്ത് ഇല്ലാത്തവന് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ജോലിയില്ലല്ലോ. ഈ അതെ. ക്യാപിറ്റലിസ്റ്റിലൂടെ ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ അതിൽ നിന്നൊരു അംശം എടുത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ കൊടുക്കാൻ. സോഷ്യലിസം ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ക്യാപിറ്റലിസത്തിൽ നിന്നാണ് സോഷ്യലിസം വരുന്നത്. ആ സങ്കല്പമൊക്കെ ആവിഷ്കരിക്കുന്നത് ഈ വ്യവസായികളാണ്. അപ്പൊ അവരുടെ സേവനം അമേരിക്കൻ ഗവൺമെന്റ് ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. അപ്പൊ അതെനിക്ക് ഇങ്ങനെയുള്ള വ്യവസായികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും സംരംഭകരെയും നമ്മളും സർക്കാർ തലത്തിൽ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് അങ്ങനെയുള്ള വിദഗ്ധന്മാരെ ഉപയോഗിക്കുന്നുണ്ട്. IIT-യിൽ നിന്ന് വന്ന ഒരു എഞ്ചിനീയറാണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ. IIT-യിലും സിവിൽ സർവീസിലും ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ. ഇന്ത്യൻ ഓ. ഫോറിൻ സർവീസിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി. അപ്പം ആ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് ഓരോ പ്രത്യേക വിഭാഗങ്ങൾ കൈകാര്യം ചെയ്ത് രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങ് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പങ്കുവച്ചത്. നമുക്ക് കാത്തിരിക്കാം, നമ്മുടെ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിന് ഇലോൺ മസ്കിൻ്റെ വരവ് എത്ര സഹായകരമാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മോദി സർക്കാർ ഇത്തരം വികസന സംരംഭങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ഒപ്പം വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. ശുഭപ്രതീക്ഷയോടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നന്ദി.